റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം 1-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സ്തോത്രം. അതിന്റെ രണ്ടാമത്തെ ആദ്യ വരികൾ വായിച്ചു തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി സമർപ്പിക്കും. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Okay, that you present your bodies a living sacrifice, wholly acceptable unto God, which is your reasonable service. Praise the Lord. നമുക്കെല്ലാം വളരെ അറിയാവുന്ന, നമുക്കെപ്പോഴും നമ്മൾ ചോദിച്ച നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, അതായത് ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള യാഗമായി സമർപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. മലയാളം ട്രാൻസ്ലേഷൻ ജീവനുള്ള യാഗം എന്ന് കൊടുത്തിട്ടില്ല, ഇംഗ്ലീഷിൽ അത് കൊടുത്തിട്ടുണ്ട്, ജീവനുള്ള യാഗം. സ്തോത്രം. അപ്പോ നമുക്കെല്ലാം അറിയാം, നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു വാക്യമാണിത്. നമുക്ക് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് സിമ്പിളായിട്ട് സംസാരിക്കുക ഇതിനെക്കുറിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ഈ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നോക്കുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അതിൽ ഹോളിനെസ് എന്നൊരു വാക്കുണ്ട്, ഹോളിനെസ്. അതുപോലെ സാക്രിഫൈസ് എന്നൊരു കാര്യമുണ്ട്, സാക്രിഫൈസ്, യാഗം, വിശുദ്ധി, യാഗം. അതോടൊപ്പം തന്നെ അവസാനം പറയുന്ന വാക്യമാണ് ആരാധന. 3 കാര്യങ്ങളിലൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോസ്തലൻ പറയുന്നതാണ് ഈ 3 കാര്യം ബന്ധപ്പെടുത്തിയിരിക്കും വാക്യം പറയുന്നത്. നമ്മൾ സാക്രിഫൈസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠന കാലഘട്ടം നോക്കുമ്പോൾ അവിടെ ഒരു 5 വിധത്തിലുള്ള യാഗങ്ങളെ കുറിച്ച് വചനം പറയുന്നുണ്ട്. അതിൽ ഇരിക്കുന്നു ബേൺഡ് ഓഫറിംഗ്, ഹോമയാഗം, അതുപോലെ പാപയാഗം, അതുപോലെ തന്നെ പിന്നെ ധാന്യയാഗം, അതുപോലെ കുറെ സമാധാനയാഗം, കുറെ യാഗങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഗമാണ് ഈ ഹോമയാഗം എന്ന് പറയുന്നത്, ബേൺഡ് ഓഫറിംഗ് എന്ന് പറയും. ഈ ബേൺഡ് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ആ യാഗമൃഗത്തിന്റെ സകലവും ദൈവത്തിനുള്ളതാണ്, ഫുള്ള് ദൈവത്തിനുള്ളതാണ്. അതിനെ യാഗർപ്പിക്കുന്ന, അതിനെ കൊണ്ടുവരുന്നു, അതിനെ കൊല്ലുന്നു, അതിന്റെ തോലയ്ക്ക് വിരിച്ച് കളയുന്നു, അതിന്റെ അശുദ്ധി കളയുന്നു, അതിനെ ഫുള്ള് കഴുകുന്നു, പിറന്ന് അതിനെ എടുത്ത് യാഗപീഠത്തിൽ വെക്കുന്നു, കംപ്ലീറ്റ് കത്തിച്ച് കളയുന്നു. അത് ഫുള്ള് ഈ ദൈവത്തെ സമർപ്പിക്കുന്ന ഒരു യാഗമാണ് ഈ ബേൺഡ് ഓഫറിംഗ് എന്ന് പറഞ്ഞത്. ഈ ഒരു യാഗത്തെയാണ് ഇവിടെ ആ, നമ്മൾ അനുഭവപ്പെടുത്തേണ്ടത്. അതായത് ഈ ബേൺഡ് ഓഫറിംഗ് എന്നൊരു യാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യാഗം. അതായത് കംപ്ലീറ്റ് ആയി ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു യാഗം. സ്തോത്രം. ഇതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അത് പറയാനാണ് വരുന്നത്. നമുക്ക് യാഗത്തെക്കുറിച്ച് അറിയാം, വിശുദ്ധിയെക്കുറിച്ച് അറിയാം, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, ആരാധനയെ കുറിച്ച് അറിയാം. അപ്പോ ഇതൊരു ഈ ഹോളിനെസ് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതില് ഈ യാഗം എന്ന് പറയുന്നത് ഹോളിനെസ് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം. അതായത് ഈ യാഗമൃഗത്തെ ഫുള്ളായി ശുദ്ധീകരിക്കുന്നുണ്ട്. ഈ യാഗം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ യാഗം വേണ്ടതുപോലെ നടക്കണമെങ്കിൽ അവിടെ ആ മൃഗം ഹോളി ആയിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദ സെയിം വാക്കാണ് ഇവിടെയും പറയുന്നത്. നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ള ഒരു ആരാധനയെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ, ജീവനുള്ള ഒരു ആരാധന എന്ന് പറയുമ്പോൾ, ആരാധന അവിടെ നടക്കണമെങ്കിൽ ഇപ്പുറത്ത് ഈ യാഗമൃഗം ഹോളി ആയിരിക്കേണ്ടത് പോലെ നമ്മളുടെ ഒരു ജീവനുള്ള ആരാധന ദൈവത്തിന് അർപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹോളി ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഹോളിനെസ് എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഫീൽ അല്ല, അതൊരു കാഴ്ച കാണാൻ പറ്റുന്ന ഒന്നല്ല, അതൊരു ഹല്ലേലൂയ, സ്തോത്രം, അതൊരു ആരാധനയാണെന്നാണ് പറയുന്നത്. താഴെ പറയുന്നത് അതൊരു ആരാധനയാണെന്നാണ് പറയുന്നത്. ഹോളിനെസ് ഈസ് ഈക്വൽ ടു ആരാധന. നമുക്കറിയാം, ആ ലേവ്യ പുസ്തകം 6-ാം അധ്യായം 13-ാം അധ്യായം വാക്യം വായിക്കുമ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ യാഗപീഠം ഒരിക്കലും അണയാൻ പാടില്ല. അതായത് ഹോമയാഗം അർപ്പിക്കുന്ന യാഗപീഠം അണയാൻ പാടില്ല, അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. അത് തന്നെ ഇവിടെയും വേണ്ടത്. അതായത് നമ്മൾ ഈ ലിവിങ് സാക്രിഫൈസ് എന്ന് പറയുന്ന ഈ ബോഡിയിൽ ഈ ഹോളിനെസ് എന്ന് പറയുന്നതായ ഈ തീ കത്തിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ഹോളിനെസ് എന്ന് പറയുന്ന തീ കത്തിക്കൊണ്ടേ എന്നാൽ മാത്രമേ ഇത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി മാറുകയുള്ളൂ. ഈ ഹോളിനെസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ഈ ഹോളിനെസ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ ഹോളിനെസ് എന്ന് പറയുന്നത് തീ കത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ, ഈ ഹോളിനെസ് എന്ന് പറയുന്നത് ഒരു തീയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതൊരു ഫീൽ അല്ല, ഇതൊരു തീയാണ്. ആത്മലോകത്തിൽ നമ്മൾ അതിനെ കാണുമ്പോൾ ഒരു തീയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ പലരിൽ നിന്നും രക്ഷിക്കുന്ന തീയാണ് ഈ ഹോളിനെസ് എന്ന് പറയുന്നത്. നമ്മളെ ദൈവത്തിലേക്ക് ഒത്തിരി അടുപ്പിക്കുന്ന ഒരു തീയാണ് ഈ ഹോളിനെസ് എന്ന് പറയുന്നത്. യാഗപീഠത്തെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവനുള്ള ഈ ശരീരത്തിൽ ജീവനുള്ള യാഗം എന്ന് പറയുമ്പോൾ ഈ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയാണ് ഈ ഹോളിനെസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ഹോളിനെസ് അതിന്റെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. ഈ ആരാധന അക്സെപ്റ്റബിൾ അല്ല.
ഈ യാഗപീഠത്തിൽ, അതായത് ഈ ഹോമയാഗം എന്ന് പറയുന്ന ഈ യാഗം അർപ്പിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ദൈവത്തിനുള്ളതാണ്. അത് മൃഗത്തെ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നു, കംപ്ലീറ്റ് ദൈവത്തിനുള്ള, ഒരു മറ്റാർക്കും അവകാശമില്ല ആ യാഗ യാഗത്തിൽ എന്ന് പറഞ്ഞാൽ. ആ യാഗത്തിന്റെ യാഗമൃഗത്തിൽ മറ്റാർക്കും അവകാശമില്ല. മറ്റു യാഗങ്ങൾ നോക്കുമ്പോൾ അത് പുരോഗതിന്, ചില യാഗങ്ങൾ പുരോഗതിന് എടുക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് ഭാഗം യാഗം അർപ്പിച്ച് അവിടെ എടുക്കാൻ പറ്റുന്നുണ്ട്, കുറെ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് മാറ്റി പലർക്കും അതിനെ വിഭാഗിച്ചു കൊടുക്കുന്നു. പക്ഷെ ഈ ഹോമയാഗം എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ദൈവത്തിനുള്ളതാണ്. സ്തോത്രം. അതിലെ തീ അണയാനും പാടില്ല. അപ്പോ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം, വചനം പറഞ്ഞിങ്ങനെ, നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ദൈവത്തിന് കംപ്ലീറ്റ് ഉള്ളതാണ്, ദൈവത്തിന് മൊത്തത്തിൽ കൊടുക്കേണ്ടതാണ്. ഹാലലൂയ, സ്തോത്രം. ആ യാഗപീഠമാകുന്ന ഈ ശരീരത്തിലെ ഹാലലൂയ, ഈ ഈ വിശുദ്ധിയാണ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഈ ഹോളിനെസ് ഓഫ് തീയാണ്, അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന അതിനെ മാറുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയെ മാറുക എന്നുള്ളത് സംശയമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ഈ ശരീരത്തിൽ, യാഗപീഠമാകുന്ന ഈ ശരീരത്തിൽ, ഈ തീ എപ്പോഴും, ഈ ഹോളിനെസ് ആവുന്ന തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ. നമ്മളെ എപ്പോഴും ദൈവത്തിൽ അടുപ്പിക്കുന്ന ഒരു തീയാണ് ഈ ഹോളിനെസ് എന്ന് പറയുന്നത്. ഹാലലൂയ. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. സ്തോത്രം. അതിനൊരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ. ദിവസങ്ങൾ നമ്മൾ ആ ഹോളിനെസ് കത്തിക്കൊണ്ടിരിക്കാതെ, ഹോളിനെസ് എന്ന് പറയാ, വിശുദ്ധി എന്ന് പറത്തി, ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു സിമ്പിളായി തോന്നാം. പക്ഷെ പിശാചുക്കൾ പേടിക്കുന്ന തീയാണത്. ഹാലലൂയ. ദൈവത്തെ നമ്മളെ നമ്മളെ ഒത്തിരി കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ഒരു തീയാണത്. ഹാലലൂയ, സ്തോത്രം. ആ തീ നമ്മൾ കത്താതെ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമാകുമോ എന്നുള്ളത് നമ്മൾ രണ്ടു വട്ടം ആലോചിക്കേണ്ട കാര്യമാണ്. ദിവസങ്ങളിൽ ആ തീ നമ്മൾ കത്തുവാൻ, വിശുദ്ധി എന്ന തീ നമ്മൾ കത്തിപ്പടരുവാൻ, അതിലൂടെ ദൈവത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ആ തീ കത്തിക്കൊണ്ടേയിരിക്കട്ടെ, അണഞ്ഞു പോകാതെ. ഹോമയം അർപ്പിക്കുന്ന യാഗപീഠത്തിൽ ആ തീ അണയാതിരിക്കുന്നത് പോലെ നമ്മുടെ ബോഡിയാകുന്ന, നമ്മുടെ ബോഡിയാകുന്ന ഈ ലിവിങ് സാക്രിഫൈസ് എന്ന് പറയുന്ന ഈ ബോഡിയിൽ ഹാലലൂയ, ഹോളിനെസ് എന്ന് പറയുന്ന തീ കത്തിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധനയെ മാറുവാൻ, നമ്മുടെ ജീവിതമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം.